ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടിയുടെ എഞ്ചിൻ ഹെഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീകാർബണൈസിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചതാണ്. ഇപ്പം നിലവിൽ വണ്ടി 48,800 കിലോമീറ്റർ, അതായത് 48,800 വണ്ടി ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിലിണ്ടർ ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് വന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരുപാട് കംപ്ലയിൻറ്റിലേക്ക് പോയിട്ടില്ല, എന്നാൽ പോലും അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ട്. വാൽവ് സീറ്റിങ്ങിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം ഉണ്ട്. എക്സോസ്റ്റ് വാൽവിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് ആവറേജ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ വാൽവിനാണ്, ഈ എക്സോസ്റ്റ് വാൽവാണത്. ഇതിനൊക്കെ അല്പം തേയ്മാനമുണ്ട്, ചെറിയൊരു വാൽവ് പ്ലേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വാൽവിൻ്റെ സീറ്റിങ്ങും അത്യാവശ്യം ആവറേജ് ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വാൽവ് കിറ്റായിട്ട് മാറണമെന്നില്ല, എക്സോസ്റ്റ് വാൽവ് മാത്രമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റാം, വാൽവ് സീറ്റിംഗ് ചെയ്യുക, റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സിലിണ്ടർ, കാരണം നമ്മളിങ്ങനെ കൂടുതൽ കിടന്ന് വൈകി ഓടുമ്പോൾ വന്നൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിനകത്ത് ഡാമേജ് വരാമെന്നുള്ളതാണ്. ഇതിനകത്ത് 1-2 സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ആ കാണുന്ന സെൻറ്റർ പോർഷനിലേക്ക് നോക്കുമ്പോൾ ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയാം. ഈ സെൻറ്റർ പോർഷനിൽ നോക്കുമ്പോൾ ഒരു ഡീപ്പായിട്ടുള്ളൊരു ലൈൻ കാണുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഒരു വര, അതാക്കി ഏറ്റവും വരെ ഉണ്ട്. അതാ ശരിക്കും പറഞ്ഞാൽ അത് റിങ്സ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. കാരണം അത് നമുക്ക് കറക്റ്റ് അത് അമ്മാതിരി കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ 30,000 കിലോമീറ്റർ, 30,000 കൂടുതൽ ഓടിക്കാതിരിക്കുക. 30,000 കിലോമീറ്ററൊക്കെയാണ് ശരിക്കും അതിൻ്റെ കറക്റ്റ് റൈറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് കാര്യമായിട്ടുള്ള ഡെപ്പോസിറ്റ് കാര്യങ്ങൾ, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കും. അത് അത്യാവശ്യം നല്ല ടെമ്പറേച്ചറിലും നല്ല ഹീറ്റായിട്ടും ഹൈ സ്പീഡ് ടോർക്കിലും അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് ചെറിയൊരു അംശം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വീണാൽ പോലും അത് സ്ക്രാച്ച് സിലിണ്ടറൊക്കെ ഡാമേജ് വന്നതിൻ്റെ ഒരു റീസൺ അതാണ്. അത് കൂടാതെ കൊണ്ട് തന്നെ നമുക്ക് ഈ റിങ്സിൻ്റെ ഉള്ളിൽ പോയി കാർബൺ ഡെപ്പോസിറ്റ് ആവും. ഈ റിങ്സൊക്കെ വളരെ ഫ്രീ ആയിട്ടാണ്, അത് ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്കിടെ ചെന്നിട്ട് ഒരു ലെയർ അതിൻ്റെ ഉള്ളിലാവുകയും ചെയ്യും. അപ്പോൾ ആ റിങ്സ് പുറത്തേക്ക് എക്സ്പാൻഡ് ആവും. അങ്ങനെ വന്ന സമയത്ത് സിലിണ്ടർ ബോറിന് സ്ക്രാച്ചസ് കൂടും. അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു 30,000 കിലോമീറ്ററൊക്കെയാണ് ശരിക്കും ഹെഡ് ഡീകാർബണൈസിങ് ചെയ്തിട്ട്. അപ്പോൾ ആവറേജ് ഓട്ടോ ഉള്ള വണ്ടിയാണെങ്കിൽ, ആവറേജ് ഇപ്പോൾ ഓട്ടോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ വണ്ടി ഏകദേശം ഒരു 3 വർഷത്തിനുള്ളിലേക്കാണ് നമുക്ക് ഡീകാർബണൈസിങ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ 30,000 കിലോമീറ്റർ അതിൻ്റെ ശരിക്കും പീരീഡ്. ഇതിപ്പോൾ ഏകദേശം 48,000-ഓളമായി, ഏകദേശം ഒരു 50,000 കിലോമീറ്റർ തൊട്ട് താഴെയാണ് നിൽക്കണേ. അപ്പോൾ അതിൻ്റെ നിലവിലുള്ളൊരു സ്ക്രാച്ച് ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ അത് റിങ്സ് മാറ്റിയിട്ട് അത് റെഡി ആയിക്കോളും, വേറെ കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് ഈ എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഇതൊരു കുറഞ്ഞ ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് കൂട്ടത്തിക്കട അതൊന്നും മാറ്റിക്കളാട്ടോ. ഇത് വലിയ പഴക്കമായിട്ടില്ല, പക്ഷേ എന്നാൽ പോലും നമ്മളത് മാറ്റിയിടാം. അത് പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്. നമുക്ക് വന്നത് വിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ്. ഇത് ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് വന്നത് ഈ മോഡലാണ് വരുള്ളൂ. നമുക്ക് വന്നത് വിസ്കസ് ടൈപ്പാണ്. അതിപ്പോൾ ഒരു ഓയിൽ ഡിപ്പെൻഡ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്, ഒരു സ്പോഞ്ച് പോലെയൊക്കെ ഇരിക്കാം. അത് കമ്പനി ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യാം, അതാണ് ഏറ്റവും ബെറ്റർ. കാരണം അതിനകത്ത് പൊടി ഒരു ലിമിറ്റ് കൂടുതൽ പിടിക്കില്ല, അത് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും, അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യും. പെട്ടെന്ന് എയർ പൈപ്പ് ഇത് ബ്ലോക്ക് ആവുകയും പെട്രോൾ കൺസംഷൻ കൂടുകയും കാർബൺ കൂടുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയാം സംഭവം അത് പരമാവധിയും കമ്പനി ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കേസ്. അതേപോലെ തന്നെയാണ് പ്ലഗിൻ്റെ കേസും. പ്ലഗ് നമ്മൾ നോക്കുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് സ്പെയർ പാർട്സോടെ പോയി കഴിഞ്ഞാൽ പ്ലഗ് പറഞ്ഞാൽ വലിയ പ്ലഗ് ചെറിയ പ്ലഗ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റേ ഉള്ളൂ. പക്ഷെ നമുക്ക് കറക്റ്റ് വണ്ടികൾക്ക് ഓരോ പാർട്ടും നമ്പറിൽ വന്നുണ്ട്, ഓരോ വണ്ടിക്കും വന്ന പ്ലഗിലും വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള പ്ലഗ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു ഇഗ്നീഷൻ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ആ ചെല്ലുന്ന പെട്രോൾ ക്ലിയറായിട്ട് കത്തുള്ളൂ, മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഇതിന് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ റിങ്സ് കാര്യങ്ങൾ മാറ്റിയിടാം, വാൽവ് എക്സോസ്റ്റ് വാൽവ് മാറ്റി വാൽവ് സീറ്റ് ചെയ്ത് കയറ്റാം. പിന്നെ അതിൻ്റെ അഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ പുതിയത് സെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അതൊരു പ്രാവശ്യം നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് മാറ്റാണ്ട് കയറ്റാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഈ കാർബേറ്ററിൻ്റെ ഉൾഭാഗം നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള കരി ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് നമ്മൾ ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്യാനായിട്ട്. അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ അത് അഴിച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം വളരെ ശോകാവസ്ഥയിലാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പൊട്ടൽ വീണിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും മാറ്റേണ്ട ഒരു പീരീഡാണ്. കാരണം കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഒറിജിനൽ ബെൽറ്റാണ് കിടക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 30,000-ഒക്കെയാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടാറ്. എല്ലാ ബെൽറ്റും അല്ല, ഇതിനകത്ത് പവർ ലിങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഹോണ്ടയിൽ തന്നെ വരുന്നുണ്ട്. ആ ബെൽറ്റൊക്കെയാണെങ്കിൽ അത്യാവശ്യം ലൈഫ് കിട്ടും. ഇത് ബാൻഡോ എന്ന് പറഞ്ഞാണ്. ഇത് ഏകദേശം ഒരു 30,000 കിലോമീറ്റർ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം ഞാൻ അപ്പോഴത്തേക്കൊക്കെ അത് കഴിഞ്ഞ് ഓടുമ്പോഴത്തേക്കും പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എൻ്റെ ലൈഫ് അത്രേ ഉള്ളൂ ശരി. പിന്നെ ഓരോരുത്തരുടെ ഉപയോഗം പോലെ ചിലത് കൂടുതൽ കിട്ടും, ചിലത് ഇച്ചിരി
പെട്ടെന്ന് പോകും. അങ്ങനത്തെ ഒരു കേസ് നമ്മൾ ഉപയോഗിക്കുന്ന രീതി പോലെ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ക്ലച്ച് ഷൂ ഒക്കെ നമ്മളൊന്ന് അഴിച്ച് അതിൻ്റെ പിന്നുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. അതേപോലെ തന്നെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. കാരണം നമ്മളിവിടെ ഈ ഇത് ഗ്രീസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഗ്രീസിങ് നടത്തണം. കാരണം അത് തുരുമ്പാണ് ആ സൈഡിൽ കാണണം മൊത്തം. അപ്പോൾ അതൊക്കെ നമ്മൾ കൂട്ടത്തിൽ തന്നെ ഈ ലേബറിൽ തന്നെ ഉൾപ്പെടുത്തി ചെയ്തു പോകുന്നുണ്ട്. പിന്നെ അതിന് പുറമെ വന്നൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈ ബാക്ക് സൈഡിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഇവിടെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു ലീക്ക് കാണുന്നുണ്ട്. അതായത് ബാക്ക് വീലിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു സൈഡിൽ ലീക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഗിയർ ബോക്സിനകത്താണ് നമുക്ക് ആ ഗിയർ ബോക്സിൻ്റെ ഓയിൽ അതിൻ്റെ ഉള്ളിലാണ് വരാം. അതായത് ക്ലച്ച് ഭാഗം ഡ്രൈ ആണ്. അപ്പോൾ ഈ ഭാഗത്ത് വേറെ ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ്റെ അവിടെയും ഓയിൽ വരുന്നുണ്ട്. ക്ലച്ച് ഡ്രൈ ആണ്. ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്മിഷൻ ഓയിലാണ് അതിൻ്റെ ഉള്ളിൽ വരാം. അപ്പോൾ ആ ഓയിലാണ് നമുക്കിവിടെ ലീക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് അതും കൂടി കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതും ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ എഞ്ചിൻ ഇറക്കിയാൽ കാണാം. വേണമെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ അതും കൂടി ക്ലിയർ ചെയ്തിട്ടാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് നമുക്കൊരു പണി അതുമേ വരാനില്ല. അപ്പോൾ അതും കൂടി ചെയ്തു പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അത് കൂടാണ്ട് വണ്ടിക്ക് 1-2 കംപ്ലയിൻസുകളുണ്ട്. നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ അവിടുത്തെ ബുഷൊക്കെ പോയി കിടക്കുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ തീർന്നിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ കംപ്ലീറ്റ് ഇതായിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും മൺഗാർഡൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഹെഡ് ഓവറോളിങ് ഇപ്പോൾ നമ്മുടെ എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കുകളും അതേപോലെ തന്നെ ബാക്കിയത്തെ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണുന്ന ഭാഗങ്ങൾ ഡാമേജുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരാം. കൃത്യമായിരിക്കണമെന്നില്ല, ഏറെക്കുറെ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എഞ്ചിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത്രയും ഭാഗം ഉൾപ്പെടുത്തി ബാക്കിയത്തെ നമ്മൾ സർവീസായിട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് അതിക്ക് മുമ്പ് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലിടാം. അപ്പോൾ എന്നിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് അപ്രൂവൽ ഇടാം. അപ്പോൾ അപ്രൂവൽ കിട്ടിയാലും നമ്മൾ അതനുസരിച്ച് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. എന്തായാലും ഹെഡിൻ്റെ ഭാഗം എന്തായാലും നമുക്ക് ചെയ്യാണ്ട് പറ്റില്ല. അപ്പോൾ ഗിയർ ബോക്സും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സജഷൻ പറഞ്ഞത്. ഗിയർ ബോക്സിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. ഓയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 900 രൂപ 950 രൂപ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന എസ്റ്റിമേറ്റ് ഇതെല്ലാം ഉൾപ്പെടുത്താം. എന്നിട്ട് നോക്കിയിട്ട് ഏതെങ്കിലും നമുക്ക് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് മൺകാർഡും ഫ്രണ്ട് മൺകാർഡും ജനറൽ സർവീസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.